ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു മുരുമുരാന്നുള്ള ഒരു വാഴക്കപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വാഴക്കപ്പമാണ്. ഈ വാഴക്കപ്പം ഒരു പ്രത്യേക തരത്തിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള മുരുമുരുത്ത വാഴക്കപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മൈദ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതാണേ. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ, നമ്മുടെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ പൊടി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ വാഴയ്ക്കപ്പം വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വാഴയ്ക്കപ്പമാണേ. ചായക്ക് നമ്മൾ അടുപ്പിൽ വെക്കുന്ന സമയത്ത് ഇത് തയ്യാറാക്കിയെടുത്താൽ ചായ ആകുന്ന കൂട്ടത്തിൽ ഇതും ആയിക്കൊള്ളും. അപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1/4 ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം നമുക്ക് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തപ്പോൾ മാവ് നല്ല ടൈറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി മിച്ചമുണ്ട്. ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചെടുക്കുക. അപ്പോൾ ഇതാ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. എങ്കിലും ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിക്കും എനിക്ക് 1 ഗ്ലാസ് വെള്ളം വേണ്ടി വന്നു. അപ്പോൾ ഇതാ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. വളരെ ലൂസുമല്ല വളരെ തിക്കുമല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാഴയ്ക്കപ്പം ഉണ്ടാക്കുമ്പോൾ തീരെ അങ്ങ് പഴുക്കാത്ത പഴവും എടുക്കരുത്, തീരെ അങ്ങ് കറുത്തുപോയ പഴവും എടുക്കരുത് കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു പഴുപ്പുള്ള പഴമാണ് നമുക്കിതിലേക്ക് ആവശ്യം. അപ്പോൾ ഇതാ നമ്മുടെ വാഴയ്ക്കപ്പത്തിനുള്ള ബാറ്റർ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കട്ടയെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. വാഴയ്ക്കപ്പത്തിൻ്റെ ബാറ്റർ ശരിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് പരുവാണ് കേട്ടോ. നന്നായിട്ട് കറക്റ്റായിട്ട് പഴുത്തിട്ടുണ്ട്. തൊലിയൊന്നും വളരെയധികം കറുത്ത് പോയിട്ടുമില്ല, എന്നാൽ നന്നായിട്ട് പഴുക്കാതിരുന്നിട്ടുമില്ല. ആ പരുവത്തിലുള്ള പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ തോടെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ 3ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ. അപ്പം പഴം മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യ ബാച്ചിലുള്ള പഴം ഞാൻ ഒരു 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ബാറ്ററുമായിട്ട് നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഈ സമയം ഒരു ചീനിച്ചട്ടിയിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം നന്നായിട്ട് ഈ ബാറ്ററുമായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോന്നും ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഞാൻ 3 എണ്ണം വെച്ചാണ് ഒന്ന് ഇട്ട് പൊരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ വാഴയ്ക്കപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറുപുറവും കൂടി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ നമുക്ക് പിന്നെ ഈ വാഴയ്ക്കപ്പം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവേ. വളരെ ക്രിസ്പി ആയിട്ടുള്ള വാഴയ്ക്കപ്പമാണ്. ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു മൊരിഞ്ഞ വാഴയ്ക്കപ്പമാണ്. ചായക്ക് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ വാഴയ്ക്കപ്പം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള വാഴയ്ക്കപ്പം ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ മുരുമുരാന്നുള്ള വാഴയ്ക്കപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു മുരിഞ്ഞ വാഴയ്ക്കപ്പമാണ്. മുരുമുരാന്നുള്ള വാഴയ്ക്കപ്പം ചൂടോടുകൂടി കഴിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതിൻ്റോടൊപ്പം ഞാൻ ഒരു ബീഫ് പെരട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡല്ലേ വാഴയ്ക്കപ്പവും ബീഫ് കറിയും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു പിടി പിടിച്ചു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്